ഹായ് ഗുഡ് മോർണിംഗ് ഗൈസ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കല്യാണം കഴിഞ്ഞ് പിരിഞ്ഞിരിക്കുന്നത്. ജയലക്ഷ്മിന്ന് ആക്ച്വലി എനിക്ക് കുറച്ച് സാരി എടുക്കണം. നിങ്ങളെ കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഗൈസ്, അപ്പം നന്ദുവിനെ ഞാൻ എയർപോർട്ടിൽ കൊണ്ടുവിട്ടു. ഞാൻ തിരിച്ചു പോവാണ്. ഹായ്, ഞാൻ ആക്ച്വലി നന്ദുവിനെ കൊണ്ടുവിട്ടിട്ട് വന്നു കേട്ടോ. എയർപോർട്ടിൽ കൊണ്ടുവിട്ട് വന്ന് വീട്ടിലെത്തിയപ്പോൾ എനിക്കൊരു വിഷമം. ഞാനിനി ഒരാഴ്ച ഒറ്റയ്ക്ക് സർവൈവ് ചെയ്തേ പറ്റത്തുള്ളൂ. ഒരാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ദിവസമൊക്കെ. അപ്പോൾ എന്ത് ചെയ്യുന്നറിയില്ല. അങ്ങനൊരു സങ്കടത്തിൽ ഞാൻ നിൽക്കുവാണ്. സോ നാളെ ആയിരിക്കും എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ സേഫായിട്ട് തിരിച്ചെത്തിയെന്ന് നിങ്ങളെ അറിയിക്കണ്ടേ. അപ്പോൾ നാളെ മുതലാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. അതിനേക്കാളും മുന്നേ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഒട്ടും ഫെയ്ഡാവാത്ത ഭയങ്കര സ്റ്റബണായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഗൈസ്. ഞാനും കുറച്ച് നാളായിട്ട് എൻ്റെ ഈ പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ടും അതിനി വരാതിരിക്കുവാനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തപ്പി നടക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ സ്വന്തം ദ ഡെർമാക്കോ അവരുടെ പോപ്പുലർ ആയിട്ടുള്ള കോജിക് ആസിഡ് റേഞ്ചുമായിട്ട് വരുന്നത്. ഇതിൽ കോജിക് ആസിഡ് പ്ലസ് ആൽഫ അർബൂട്ടിനുണ്ട്. ഈ പവർഫുൾ കോമ്പിനേഷൻ നമ്മുടെ സ്കിന്നിൽ ഇറങ്ങി ചെന്നിട്ട് പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സും ഒക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്തിട്ട് ഡിസ്കളറേഷൻ ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇൻട്രൊഡ്യൂസിങ് ഡെർമാക്കോസ് 1% കോജിക് ആസിഡ് ഫേസ് വാഷ്. ഇത് നമ്മുടെ സ്കിന്നിൽ സൂപ്പർ ജെന്റിലായിട്ട് സ്റ്റേ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു ഡ്രൈ ഫീൽ ഉണ്ടാവില്ല. അതുകൂടാതെ ഇത് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ആൻഡ് പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ സ്കിന്ന് നല്ലോണം ക്ലിയർ ആക്കും. പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള ആൽഫ അർബൂട്ടിൻ മെലാനിൻ പ്രൊഡക്ഷൻ കൺട്രോളും ചെയ്യും. അപ്പോൾ ഇതേ ഫേസ് വാഷിന് ശേഷം നമ്മളിത് നേരെ ഉപയോഗിക്കേണ്ടത് ദ ഡെർമാക്കോസ് 2% കോജിക് ആസിഡ് സിറമാണ്. ഇത് നമ്മുടെ സ്കിൻ ടോണിനെ ഈവൻ ഔട്ട് ചെയ്യുകയും കൂടെ തന്നെ പിഗ്മെന്റേഷൻ കുറയ്ക്കാനും സഹായിക്കുന്നു. മാത്രമല്ല ഡിസ്കളറേഷൻ ഉണ്ടാകാതിരിക്കാനും സഹായിക്കുന്നുണ്ട്. കോജിക് ആസിഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ ഈ പൊല്യൂഷൻ, റേസ്, സ്മോക്സ് എന്നിവ ഉണ്ടാകുന്ന ഡാമേജസിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ പ്രധാനമായിട്ട് വേണ്ടത് ദ ഡെർമാക്കോയുടെ തന്നെ 1% കോജിക് ആസിഡ് ലിപ് ബാം ആണ്. ഇത് നമ്മുടെ ഡാർക്ക് ആൻഡ് പിഗ്മെന്റഡ് ലിപ്സിനെ ടാക്കിൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ലിപ്സിന് നല്ല ഹൈഡ്രേഷനും കൊടുക്കുന്നു. ഇത് മാത്രമല്ല ഇത് SPF 30 ആയതുകൊണ്ട് UVA, UVB റേസിൽ നിന്ന് പ്രൊട്ടക്റ്റും ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ ദ ഡെർമാക്കോയുടെ കോജിക് ആസിഡ് റേഞ്ച് ഉപയോഗിച്ചോളൂ. പിഗ്മെന്റേഷനോടും ഡാർക്ക് സ്പോട്ട്സിനോടും ഗുഡ് ബൈ പറയും. പിന്നെ അറിയാലോ, ഇതൊന്നും കൂടാതെ സൺ ഡാമേജ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ഉപയോഗിക്കണം. അതുകൊണ്ട് ദ ഡെർമാക്കോയുടെ തന്നെ 1% ഹൈലറോണിക് സൺസ്ക്രീൻ അക്വ ജെല്ല് കൂടെ യൂസ് ചെയ്യുക. ഇതിന്റെ SPF 50 പവർ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ PA++++ ഫോർമുലേഷനും ഉണ്ട്. ഇത് സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആണ്, ഫ്രാഗ്രൻസ് ഫ്രീയും ആണ്, പിന്നെ വൈറ്റ് കാസ്റ്റും ഇല്ല. പിന്നെ എടുത്ത് പറയേണ്ടത് ദ ഡെർമാക്കോയുടെ യങ് സയന്റിസ്റ്റ് ഇനിഷ്യേറ്റീവിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇതിനോടകം 20,000+ സ്റ്റുഡൻസിനെ അവർ എംപവേർഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളൊരു ഓർഡർ ചെയ്യുന്ന സമയത്ത് ആ ഓർഡർ ഒരു കുട്ടിയായിട്ട് ലിങ്ക് ചെയ്യും. അതുവഴി അവരവരെ പഠിപ്പിക്കും. മാത്രമല്ല ദ ഡെർമാക്കോയുടെ എല്ലാ പ്രൊഡക്റ്റും ഡിസൈൻഡ് ബൈ ഡെർമറ്റോളജിസ്റ്റ് ആണ്. പിന്നെ എല്ലാ പ്രൊഡക്റ്റും ഫ്രാഗ്രൻസ് ഫ്രീയും ആണ്. അപ്പോൾ ഒട്ടും വൈപ്പിക്കേണ്ട. എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള Shree20 ഉപയോഗിച്ചിട്ട് ദ ഡെർമാക്കോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് 20% ഡിസ്കൗണ്ടോടുകൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. മാത്രമല്ല ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് പിന്നെ പേർപ്പിളിലും ഈ ഒരു പ്രൊഡക്റ്റ് ലഭ്യമാണ്. ഗൈസ്, ഇതിനോടകം എൻ്റെ ഫോണിൽ 4-5 കോള് വന്നു കേട്ടോ. നന്ദുവിൻ്റെ ഫ്ലൈറ്റ് 3 hours ഡിലേ ആണ്. ഒന്ന് ആലോചിച്ചൊക്കെ, ആകെ ഫ്ലൈറ്റ് 1 hour ഉള്ളൂ കൊച്ചി ടു ബാംഗ്ലൂർ, പക്ഷെ 3 hours ഡിലേ ആണ്. സോ ഇപ്പോൾ ലോഞ്ചിലിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ പോകണമെന്ന് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, നീ പോയിട്ട് വാ, ഇനി അവർ വിടൂല. അപ്പം ഈവൻ ഡോൺ ചേട്ടൻ കമ്പനി ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, ബോറടിക്കാനുണ്ടാവില്ല. അപ്പം ഇനിയിപ്പോൾ 3 hours ഞാനും കൂടെ വെയിറ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവൻ കയറിയിട്ട് അവിടെ എത്തിയിട്ടല്ലേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ നാളെ രാവിലെ എനിക്ക് എണീക്കണം. കുറേ ഷോപ്പിംഗ് ഉണ്ട്. കാരണം ഈവൻ ഷോപ്പിങ്ങിനും കുറേ കാര്യങ്ങൾക്ക് നന്ദുവിനെ കൂട്ടാണ്ട് പോയി കഴിഞ്ഞാലേ ശരിയാവുള്ളൂ സത്യമായിട്ടും. ഇല്ലെങ്കിൽ പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതെനിക്ക് ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആയിരിക്കും. സോ നാളെ വരും, കുറേ പരിപാടിയുണ്ട്. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ്, നിങ്ങൾ വരണം. ഓക്കെ, എൻ്റെ ഒരു ഒറ്റയ്ക്കുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണോ ഡേയ്സ് ഇൻ മൈ ലൈഫാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ എല്ലാം കാണിക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് കുറച്ച് നാളായല്ലേ കണ്ടിട്ട്. അപ്പം വെരി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10:45 എൻ്റെ ഗുഡ് മോർണിംഗ്. ചായ ഇട്ടു. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം.
ഓക്കെ ഹായ്. അപ്പം ഞാൻ റെഡി ആയിട്ടോ. ഞാൻ റെഡി ആവുന്നൊന്നും നിങ്ങൾക്ക് കാണിക്കാത്തതെന്ന് വെച്ചാൽ അവിടെ കലങ്കോലായി കിടക്കാൻ ഞാൻ പറഞ്ഞില്ലേ. വീടൊരു നോർമലായിട്ട് മാറണമെങ്കിൽ ഇനിയും 2 ദിവസം എടുക്കണം. ഈ ഒരു ദിവസങ്ങളിൽ വേണം എനിക്ക് ശരിയാക്കാൻ. കാരണം നന്ദു ആകെ കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് വയ്ക്കുമെന്ന്. ഓൾറെഡി എൻ്റെ അടുത്ത് ക്ലിയർ ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എൻ്റെ സാധനങ്ങളൊക്കെ ഇപ്പോൾ നന്ദു വയ്ക്കുകയാണെങ്കിൽ എനിക്കത് അടുത്ത പ്രാവശ്യം എവിടെയാണെന്ന് തപ്പിയാൽ കിട്ടത്തില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വയ്ക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ റെഡി ആവുന്നത് നിങ്ങളെ കാണിക്കാത്ത റൂമൊക്കെ ഭയങ്കര വൃത്തികേടായി കിടക്കുകയാണ്. പിന്നെ അപ്പോൾ ഞാൻ റെഡി ആയിട്ട് എനിക്ക് റെഡി ആവാൻ അധികം സമയമൊന്നും വേണ്ടേ. ടക്കി 2 മിനിറ്റ് ഞാൻ റെഡി ആയിരിക്കും. അപ്പം ഞാനിപ്പോൾ ഇറങ്ങിയിട്ട് വർഷനെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. ഒറ്റയ്ക്ക് പുറത്ത് പോകുന്നത് ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഡിസ്കംഫർട്ടുള്ള സാധനമാണ്. ഒറ്റയ്ക്ക് പുറത്ത് പോകാൻ എനിക്ക് പറ്റത്തേയില്ല. അപ്പം വർഷ റെഡി ആയിരിപ്പുണ്ട്. നമ്മൾ പോണു, വർഷനെ പിക്ക് ചെയ്യുന്നു. സോ നിങ്ങളും എൻ്റെ കൂടെ വരുന്നു. ഇതാണ് ഇന്നത്തെ ദിവസം. അപ്പം എൻ്റെ ഒരു പഴയ കുർത്തിയാണ് ഇട്ടേക്കുന്നത്. ഇതന്ന് ഈ വർഷത്തെ അല്ല, ഇതിന് മുന്നത്തെ വർഷത്തെ അല്ല, അതിന് മുന്നത്തെ വർഷത്തെ അമ്മ ചോദിക്കിട്ട ഡ്രസ്സാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതിന് ശേഷം ഇപ്പോഴാണ് തോന്നി ഇടുന്നത്. അധികം ഇട്ടിട്ടില്ല, ഒരു 3 വട്ടം ഇട്ടിട്ടുള്ളൂ. ചില ഡ്രസ്സ് എനിക്ക് എത്ര പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാലും എനിക്ക് മതിയാവില്ല. അങ്ങനെ ഒരു ഡ്രസ്സായത്. അമ്മ പറയും ഒരു ഡ്രസ്സ് തന്നെ ഞാനൊരു 5, 6, 7 പ്രാവശ്യമൊക്കെ ഇടാറുണ്ട്. ഈവൻ അത് ഷൂട്ടിനാണെങ്കിലും നമ്മൾ കണ്ട ഡ്രസ്സിന് ഞാൻ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അപ്പം അമ്മ പറയും ഇടാത്ത ഡ്രസ്സ് ഇടാറേ ഇല്ല, ഇടുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ഒന്നും കഴിച്ചില്ല. ആക്ച്വലി പപ്പാമ്മ എനിക്ക് കുറേ രസം, പിന്നെ ചൂര, അച്ചാറ്, കറി ഇതൊക്കെ എനിക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട് ഒറ്റയ്ക്കല്ലേ എന്ന് വിചാരിച്ചിട്ട്. കാരണം ചേച്ചി നാളെ വരുള്ളൂ ഞാൻ പറഞ്ഞില്ലേ. അപ്പം പക്ഷെ ഞാൻ കഴിച്ചില്ല, ഒറ്റയ്ക്ക് കഴിക്കാനൊരു മൂഡില്ല. അപ്പം ഞാൻ വെച്ചു എന്തായാലും പുറത്ത് പോവാണ്, വർഷേനെയും കൂട്ടി പുറത്ത് കഴിക്കാൻ. എനിക്ക് പുറത്ത് പോയി കഴിക്കുന്നത് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല. പണ്ട് മുതലേ അങ്ങനെയാണ്, ഒറ്റയ്ക്ക് കഴിക്കാനേ പറ്റത്തില്ല. സോ ഞാനിപ്പോൾ ഇറങ്ങുന്ന വർഷനെ കൂട്ടണം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങളും വരണം, എന്നെ ഒറ്റയ്ക്കാക്കി പോവല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ നേരത്തെ കാണിച്ചില്ലല്ലോ. ഓക്കെ, മെസ്സായി കിടപ്പുണ്ട്. അപ്പം എന്ത് ചെയ്യും, നമ്മൾ നേരെ P1 പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. സോ പാർക്കിങ്ങിലേക്ക് നടക്കുകയാണ്. അപ്പം ആക്ച്വലി ഇവിടെ നന്ദുവിൻ്റെ വണ്ടി ഇട്ടെടുത്താണ് ഞാൻ എൻ്റെ വണ്ടി ഇട്ടിരിക്കുന്നത്. എൻ്റെ പാർക്കിംഗ് കാര്യമാണ്. ആ വണ്ടി എടുത്ത് ട്രിവാൻഡ്രത്ത് കൊണ്ടിട്ടു. എന്തൊരു കൺഫ്യൂഷനാണ് നമ്മുടെ ഇവിടുത്തെ പാർക്കിംഗ് കേട്ടോ. സോറി ഗൈസ്, പുറത്ത് പറയാൻ പറ്റാത്തൊരു തമാശ പറഞ്ഞ് ഞങ്ങൾ അവിടെ വർഷനെ പിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിനി നേരെ ഷീമാട്ടിയാട്ടോ. ഷീമാട്ടിയാണ് നമ്മൾ ചൂസ് ചെയ്തത്, ജയലക്ഷ്മി അല്ല. ഷീമാട്ടിയിൽ കുറച്ചുകൂടെ കളക്ഷൻസ്, ടോപ്പിൻ്റെ എല്ലാം കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ നേരെ ഹെഡിങ് ടു ഷീമാട്ടി. ഓക്കെ യെസ് ഗൈസ്, നമ്മൾ ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് പോകാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. ഇപ്പോൾ നമ്മൾ സ്ഥിരം പോകുന്ന കാലിക്കറ്റ് നോട്ട്ബുക്ക് ഉണ്ട്. ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ചേട്ടൻ താങ്ക് യു. നല്ല ചേട്ടന്മാരട്ടെ. എപ്പോൾ വന്നു കഴിഞ്ഞാലും എനിക്ക് സ്പെഷ്യൽ ഡ്രിങ്ക്സ് ഒക്കെ തരാറുണ്ട്. ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്ഥലം. ഞാൻ ദുബായി പോയപ്പോഴും കാലിക്കറ്റ് നോട്ട്ബുക്ക് ഒന്ന് കഴിക്കാം. സോ ഞങ്ങളിത് ഇവിടെ കാണിച്ചു കൊടുക്കും. നമ്മളിത് കാലിക്കറ്റ് നോട്ട്ബുക്കിലേക്ക് എത്തി. ഞാൻ അതിന് വോയിസ് ഓവർ കൊടുക്കാം, സൗണ്ട് കിട്ടത്തില്ല. കഴിക്കടി അതിലുള്ളവർ എന്റെ വയലുള്ളം വരുന്നത്. ഇത് കാണിക്കും. നീ കഴിക്കും. എക്സ്പ്രഷൻ ഒന്നും മനസ്സിലാവില്ല. കൊള്ളാമോ? സെറ്റ് സാധനല്ലേ ഗൈസ്. അപ്പം ഞങ്ങൾ കഴിച്ചിറങ്ങി. നല്ല ഫുഡായിരുന്നു കേട്ടോ, അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങൾ കുറേ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ എന്താ 2 പ്രാവശ്യം, നീ കൂടുതൽ. സോറി ഗൈസ്, 2 പ്രാവശ്യം. ഇതേ നേരെ നമ്മൾ ഷീമാട്ടി പോവാണ്. ഇവിടെ നിന്നൊരു 4 മിനിറ്റേ ഉള്ളൂ. പക്ഷെ നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഷീമാട്ടിയിൽ എത്തിയിട്ട് നാട്ടിൽ കാണിക്കാം ഗൈസ്. ഗംഭീര ബ്ലോക്കാണ്. അയ്യോ, പറയുമ്പോഴത്തേക്കും സിഗ്നൽ ആയിരുന്നു, സോറി. ഇത് ആക്ച്വലി അവരുടെ ബാക്ക് ഗേറ്റ് അല്ലേ? ഇത് ബാക്ക് ഗേറ്റ് ആണോ? ബാക്ക് ഗേറ്റ്.
എന്തിനാണ് ഇങ്ങനത്തെ സാരികൾ എടുക്കുന്നതെന്ന് അറിയില്ല. ഞാൻ വർഷം എടുത്തു വെച്ചൊരു 100 കണക്കിന് സാരി ഞങ്ങളുടെ അലമാരയിലുണ്ട്. പക്ഷെ ഇന്നും ഞങ്ങൾക്കറിയില്ല എന്തിനാണ് വീണ്ടും വീണ്ടും ഇത് വന്ന് എടുക്കുന്നത്. ഞാൻ ഒട്ടും എടുക്കാറില്ല. എങ്ങനെ വന്നു കഴിഞ്ഞാൽ അവസാനം നിർത്താൻ പോകുന്ന ബ്ലൂവിലാണ്. ഇതും ഭയങ്കര രസമാണ്. പ്ലെയിൻ ബ്ലാക്ക്. എന്തിനാണ് ഇത് മേടിക്കുന്നത്? ടസൽസ് ഉള്ളതല്ലേ? നല്ല രസമാണ്. ഈ ഓറഞ്ച് ഉണ്ട്. എവിടെ? വീണ്ടും ബ്ലൂ. അത് വേറെ ബ്ലൂ. ഞങ്ങളത് കഴിഞ്ഞ് മറ്റേ കട്ടിംഗ് പീസിലേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് എടുക്കുക. ഓഫറുണ്ടോ? എൻ്റെ ഫേവറേറ്റ് എടുക്കടി. ഇതായിരുന്നു എൻ്റെ ഫേവറേറ്റ്. പക്ഷെ എൻ്റെ ഫേവറേറ്റ് അതാണ്. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ എന്തിനാ മേടിക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ ഞാൻ മറ്റേത് കുറച്ച് കട്ടിംഗ് പീസൊക്കെ ചുമ്മാ മേടിച്ചു വയ്ക്കുക. എത്ര മീറ്റർ മേടിച്ചു? എന്തിന്? അതാണ് അമ്മ തയ്ക്കാൻ തുടങ്ങി. ആണോ? ഗൈസ്, ഈ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. വീണ്ടും അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷിമാട്ടിയിൽ വന്നപ്പം ഇവിടെ ആക്ച്വലി ഫോസിലിൻ്റെയും നമ്മുടെ MKൻ്റെയും വാച്ചിൻ്റെ സെക്ഷൻ ഉണ്ട് കേട്ടോ. അവിടെ ഞാൻ ഒരുപാട് നാളായിട്ട് ഫോസിലിൻ്റെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു വാച്ച് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെയും കയറിയത് നോക്കി. പക്ഷെ അത് എവിടെയും അവൈലബിൾ അല്ല. ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഇവിടെയും എനിക്കത് കിട്ടിയില്ല. പക്ഷെ ആ ചേട്ടൻ പറഞ്ഞു കിട്ടുമ്പോൾ അറിയിക്കാം, ഞങ്ങളിവിടെ എടുത്തു വയ്ക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ സമാധാനിപ്പിച്ച് വിട്ടത്. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ വന്നത് എന്തിനാന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഞങ്ങൾ മേടിച്ച സാധനങ്ങൾ വന്നതായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ നമ്മൾ ഇന്ന് സാരി എടുത്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നാളെ നമുക്കൊരു ചോറ്റാനിക്കരയിൽ ചുമ്മാ പോവാം, സാരി എടുത്ത് പോവാം എന്നുള്ളൊരു പ്ലാനും കൂടെ ഉണ്ട്. നാളെ പോകാം. 5-6 മാസം നമ്മൾ പ്ലാൻ ചെയ്യണം. സത്യം. അപ്പോൾ ഞങ്ങൾ ഇപ്പം ഓൾറെഡി ഒരു കോഡ് സെറ്റ് മേടിച്ചു, ഒരു സാരി മേടിച്ചു, അത് കഴിഞ്ഞ് ബ്ലൗസ് മേടിച്ചു, ഒരു ടോപ്പ് മേടിച്ചു, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മേടിച്ചു. റണ്ണിങ് മെറ്റീരിയൽ മേടിച്ചു. അങ്ങനെ അത്യാവശ്യം നല്ല ബില്ലായിട്ടുണ്ട്. അപ്പം ഞങ്ങളിനി പോയി കളക്ട് ചെയ്യട്ടെ. ശ്രീലക്ഷ്മി അല്ലേ? താങ്ക് യു സോ മച്ച്. ശ്രീലക്ഷ്മിയാണ് നമ്മളെ അസിസ്റ്റ് ചെയ്തത്. താങ്ക് യു സോ മച്ച്. ഫീഡ്ബാക്ക് തരണോ? ആരോടാ തരണ്ടേ? ഓക്കെ. സോ നമ്മളിതേ ഷീമാട്ടിന്നകത്ത് കയറി. അപ്പം നമ്മളുടെ ഡബിൾ ചിന്ന് കാണുന്നുണ്ട്. നിങ്ങളത് കട്ട് ചെയ്ത് കാണാം. ഡബിൾ ചിന്ന് എന്നെ ഞാൻ പത്തൊക്കെ പോലെ ഇരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ ലുലു പോവാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലുലു പോണത് കൊല്ലുന്ന പോലെ. ഇന്ന് സാറ്റർഡേ ആണ്. സാറ്റർഡേ ഒക്കെ ലുലുവിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ആളായിരിക്കും. ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആളായിരിക്കും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, മേക്കപ്പ് പ്രൊഡക്റ്റ് റീസ്റ്റോക്ക് ചെയ്യണം. അപ്പം ഞാൻ സ്ഥിരം അവിടെ നിന്നാണ് ചെയ്യുന്നത്. അവിടെയാണ് മാക്കിൻ്റെ ഔട്ട്ലെറ്റ് ഉള്ളത്. പിന്നെ അനീസ് അൻസാരിയുടെ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ ഒരു പ്രത്യേക പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ അവരെടുത്ത് വയ്ക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വർഷം ലുലുവിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നല്ല ബ്ലോക്കും സാറ്റർഡേ അതിൻ്റെ. പിന്നെ ഇന്ന് ഹലോവിൻ ഡേ ആണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് ആണ് അല്ലേ? അപ്പം എല്ലായിടത്തും പാർട്ടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ തിരക്കുകളും ഉണ്ട് റോഡിൽ. പിന്നെ എന്തൊരു ഡ്രൈവിംഗ് സ്കോർക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ ഓടിച്ച് പോകുന്നു. അന്നേരം വൈകുന്നേരം ശ്രീജു എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്. ഞങ്ങൾ ഇന്ന് പടത്തിന് ബുക്ക് ചെയ്യാൻ നിന്നതാണ്. പക്ഷെ എല്ലായിടത്തും ലുലുലും ഒബ്രോണിലും ഒക്കെ ഫുള്ളാണ്. അതുകൊണ്ട് ഇന്ന് പടം കാണാം. അപ്പോൾ ശ്രീജു വരാമെന്ന് പറഞ്ഞു. പോകാൻ പറ്റിയില്ല. ലുലു പോവാം. ലുലു പോണ്ടേ? പോവാം. എടപ്പള്ളിയിലെ സിഗ്നലിൽ കലൂര് സിഗ്നൽ അല്ലേ, എടപ്പള്ളി സിഗ്നൽ ഇല്ലേ നമ്മുടെ മെയിൻ സിഗ്നല്, അതിലെന്തൊക്കെയോ ഇത് മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് ന്യൂസിൽ പറയുന്നത് കേട്ടു. ഞാൻ അതിനുശേഷം അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ എടപ്പള്ളി പോയിട്ട് തന്നെ കുറെ നാളായി. ഇവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പൊ എന്തൊക്കെയോ. നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നോ?
ഞങ്ങൾ ബൈക്കിലല്ലേ ഇപ്പൊ യാത്ര, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇടയിൽ കയറി പോകും. കപ്പിൾ കാറൊക്കെ ഇട്ട് ഫുൾ ടൈം മഴയിട്ട് ബൈക്കിലൊക്കെ പോകുന്ന കപ്പിളാണെങ്കിൽ നമുക്ക് ഇനി എത്ര നേരത്തിൽ 27 മിനിറ്റാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മളിത് ലുലു എത്തി. എനിക്ക് തോന്നുന്നു ഇന്ന് വളരെയധികം തിരക്കായതുകൊണ്ട് നമ്മൾ ബാക്ക് ഗേറ്റ് വഴിയാണ് ലുലുവിൽ കയറാൻ പോകുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരു പണിയാണ്. ഗായ്സ് ഫൈനലി നമ്മൾ അയ്യോ ഇവിടുത്തെ പാർക്കിംഗ് കിട്ടി. ഗൈസ് ഫൈനലി നമ്മൾ ഹനീസ് സംസാരിയിലെത്തി. എന്റെ വീട് ഇപ്പൊ നമ്മള് കണ്ട കുട്ടികളായിട്ട് വളരെ സ്നേഹത്തിലാണ്. എനിക്ക് ടെൻഷനൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നിനക്ക് നോക്കാതെ നോക്കാം. എന്തിന് ലിപ്സ്റ്റിക്ക് നോക്കണേ, നല്ല ഷെയ്ഡുണ്ട്. ഇതിൻ്റെ ഷെയ്ഡില്ലേ PSന്റെ അതും എടുത്തരോ. ഹനീസ് അൻസാരിയിലെ ഷോപ്പിങ്ങിന് ശേഷം നേരെ നൈക്കയിലേക്ക്. കാരണം ലുലുവിൽ വന്നു കഴിഞ്ഞാൽ നൈക്കയിൽ കയറിയില്ലെങ്കിൽ എന്തോ ഒരു ഹൃദയത്തിനൊരു വേദനയാണ്. നമ്മളറിയാതെ പുതിയ പ്രൊഡക്റ്റ് ഇവിടെ വന്നിട്ടുണ്ടോ നോക്കുന്ന വീഡിയോ. പണ്ടത്തെ കുട്ടികളെ പൗഡർ ഇട്ട് വെക്കണ പെട്ടി പോലെ. സ്മെല്ല് ബോക്സ് എങ്ങനെയുണ്ട് ലൈഫൊക്കെ? മലബാർ ഗോൾഡ് ആക്ച്വലി ഞങ്ങളുടെ പ്ലാനിലില്ലായിരുന്നു. അങ്ങനെ മലബാർ ഗോൾഡ് നൈക്കയുടെ ഓപ്പോസിറ്റ് കണ്ടപ്പോൾ കയറിയതാണ്. അവിടെ ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്, നമ്മുടെ 18 ക്യാരറ്റിൻ്റെ ഒക്കെ. അങ്ങനെ അതുകൂടി നോക്കിയിട്ട് പോകാൻ വേണ്ടി കയറിയതാണ്. അങ്ങനെ അവിടെ നിന്ന് ഒരു കുഞ്ഞ് ഷോപ്പിംഗ് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. സക്സസ്ഫുള്ളി പർച്ചേസ്ഡ്. അതും കഴിഞ്ഞ് നേരെ ചെന്നത് ചുംബക്കിലാണ് കേട്ടോ. ചുംബക് ഫേവറേറ്റ് ഷോപ്പിംഗ് സ്പോട്ടായിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പം ലുലുവില് ചുംബക്ക് തുടങ്ങിയ സമയം മുതൽ, ചുംബക്കിന്റെ ഔട്ട്ലെറ്റ് വന്ന സമയം മുതൽ ഞാൻ അവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു. അങ്ങനെ ഒരുപാട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒരുപാട് ഞാൻ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഒരുപാട് പീസസ് നമുക്ക് ചുംബക്കിൽ നിന്ന് കിട്ടും. അങ്ങനെ എൻ്റെ ചുംബക്കിലും ഞാൻ വന്ന് എന്തെങ്കിലും ഒന്ന് എടുക്കാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ് എനിക്ക്. അതുകൊണ്ട് ചെറിയൊരു സാധനം അവിടെ നിന്ന് മേടിച്ച് ഞാൻ തിരിച്ചു പോകും. പുതിയ റൈറ്റ് ഞങ്ങളതെ സമയം 6:30 ഇനി ശ്രീജുവിനെ കാണാനുണ്ട്. കേർട്ടൻ മേടിക്കാനുണ്ടായിരുന്നു, പക്ഷെ മേടിച്ചില്ല, മറന്നുപോയി. ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് എൻ്റെ ഫേവറേറ്റ്, അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ. എന്നിട്ട് ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് വെച്ചിട്ട് ശ്രീജുവിനെ കാണാൻ. ഞങ്ങളുടെ മൂവി പ്ലാൻ ആയിരുന്നു, പക്ഷേ ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര റഷാണ് ഇന്ന്, അതുകൊണ്ട് പോയില്ല. പോകാനുള്ള പ്ലാൻ ക്യാൻസലാക്കി ഞങ്ങൾ. സോ ഇപ്പം ഞങ്ങൾ കറക്റ്റ് ആയിരിക്കണം, ശ്രീജുവിനെ കാണണം, ഇത് ഏതെങ്കിലും ഒന്ന് ചെയ്യണം. പിന്നെ എനിക്ക് എൻ്റെ നെയിൽ കല്യാണത്തിനിട്ടാണ്, ഇത് മാറ്റണം, കുറേ പരിപാടിയുണ്ട്. നിന്റെ എനിക്ക് ഇത്രയും പറ്റൂല കേട്ടോ. എനിക്ക് ഇത്രയും ആൾക്കാരും ഇത്രയും കുറേ നേരം പറ്റത്തില്ല, നടക്കുക അതൊന്നും പറ്റത്തില്ല.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷീണവും പെട്ടെന്ന് ടയർഡാവും. പ്രായമായി തോന്നുന്നു. കൊറോണ വന്നതിന്റെ ഗൈസ്, രാവിലെ തുടങ്ങിയ പര്യടനം നമ്മളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ഫ്രഷ് ട്രേസ് കഫേയിലാണ് കേട്ടോ. ഇവിടെയാണ് കൊച്ചിയിൽ മഴ പെയ്യുന്ന കഫേയുള്ളത്. പക്ഷെ എല്ലാ സമയത്തും അവർ മഴ പെയ്ക്കാറില്ല, നമ്മൾ ചോദിച്ചാൽ മാത്രമേ ഉള്ളൂ. എനിക്ക് ജലദോഷമൊക്കെയാണ്, മഴ പെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ശ്രീജു ഇവിടെ വരും. ശ്രീജുവിനെ ഞങ്ങൾക്ക് അവിടെ അകത്തിരുന്നിട്ട് പറഞ്ഞുതരാം. ഇവിടെ ലൈറ്റിൻ്റെ അഭാവമുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ കുറേ പോട്ട്സ്, ബേർഡ്സ് അതൊക്കെ ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ആ സൈഡ് കഫേയുമാണ്. ഭയങ്കര രസമാണ്. നമ്മളിങ്ങനെ കാട്ടിലൊക്കെ ഇരുന്ന് ചായ കുടിക്കുന്ന പോലെ തോന്നും. ഗൈസ് കം ഓൺ. എങ്ങടാ ഒരു അന്തമില്ലാത്ത യാത്ര. പോട്ട്സ് കണ്ടിട്ട് ശ്രീജു വരാൻ എന്തായാലും സമയമുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് പോട്ട്സ് ഒക്കെ നല്ല രസമില്ലേ? എന്നൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി എന്നെ നമുക്ക് കൊല്ലും ഗൈസ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ. ഗൈസ്, എനിക്കിട്ടാണ് ഇവരുടെ കഫേ. ഗൈസ്, നല്ല ബ്യൂട്ടിഫുൾ ചെയർ. അവിടെയാണ് പാട്ട് പാടുന്ന സ്ഥലം. ഇതിനൊരു അനക്കണ്ടല്ലോ. സോ നമ്മളൊരു ബിസ്ക്കറ്റ് ടീ ട്രൈ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളത് അവിടെയാണ് സോങ്. നമുക്ക് ആദ്യം ഒരു ബിസ്ക്കറ്റ് ടീ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും ശ്രീജു വരും. ഓക്കെ, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പഴാ ഇത് ശ്രീജു എവിടെ വാ. എന്റെ കൊച്ചിയിൽ വന്നിട്ട് സോങ് ഉണ്ട്. എന്റെ കൊച്ചിയിൽ വന്നിട്ട് എനിക്ക് ആദ്യം ഉണ്ടായ ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും ആദ്യമൊന്നുമല്ല, ഒന്നും രണ്ടും, പക്ഷെ അന്ന് മുതൽ എല്ലായിടത്തും എനിക്ക് സപ്പോർട്ടായിട്ട് വരും. ഇവൻ നന്ദു വന്നതിനേക്കാളും കൂടുതൽ എൻ്റെ അടുത്ത് സിനിമ കാണാൻ വേണ്ടിയിട്ടുണ്ട്. ഞാൻ എന്നും ഒറ്റയ്ക്കാകുമ്പോൾ ഇന്നലെ ഇതേപോലെ നന്ദു പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, നീ ഒറ്റയ്ക്കല്ലേ, വരുന്നില്ലേ ഇത്. എല്ലാത്തിനും എൻ്റെ കൂടെ ഉണ്ടായ ഒരു ഫ്രണ്ടാണ്. ഓവറായിട്ട് പറഞ്ഞു ഇവര് ചാടുക. അയ്യോ താങ്ക് യു. ഞാനൊരു ബിസ്ക്കറ്റ് ചായ പറഞ്ഞതാണ്. വല്ലാണ്ട് കൊഴുപ്പുണ്ട് കേട്ടോ. ആ കുഴപ്പം വേണ്ട, ചിക്കൻ കുറവാണ്. പീച്ചിടായിരുന്നു. ഇപ്പൊ കുക്കിംഗ് ചാനലൊക്കെ തുടങ്ങി. അതുകൊണ്ട് ഗൈസ്, ഇറ്റ്സ് റെയിൻ ടൈം. ഇവിടെ മഴ പെയ്യും. കഫേയില് മൊത്തം മഴയാണ്. അയ്യോ നനയുന്നേ. നനഞ്ഞിരുന്ന എന്റെ ഹോട്ടൽ സൂർ വെള്ളമല്ലോ. നമ്മളിത് ശ്രീജുവിനെ കണ്ട് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ഷോപ്പിൽ, ഒരു കാർട്ടൂൺ ഷോപ്പിൽ പോകാനുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കിട്ടിയില്ല. നമ്മുടെ സ്ഥിരം ഷോപ്പ് അവർ നമ്മൾ പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ആൻഡ് ഇത് പാലാരിവട്ടം തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ഡ്രോപ്പ് ചെയ്യണം, വീട്ടിൽ പോകണം. നാളെ രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോകാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പം അതും പറ്റുവാണെങ്കിൽ വ്ളോഗ് ആക്കാം. പക്ഷേ നാളെ അമ്പലത്തിൽ പോവാം. ശ്രീജു നാട്ടിൽ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. സോ ഞങ്ങൾ 12:30 പടം കാണാൻ പോവാം. പണി പടം കാണാൻ പോവാണ്. അങ്ങനെ വർഷയുടെ കൂടെ ടാറ്റ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നമ്മളിവിടെ സമാപ്തിയാക്കുകയാണ്. അപ്പം നന്ദു വിളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം നന്ദുവിൻ്റെ അടുത്ത് നീ വീട്ടിൽ കയറണ്ട, നീ എവിടെയെങ്കിലും കറങ്ങിയടിച്ച് ഉറങ്ങാറാകുമ്പോൾ വീട്ടിൽ ചെന്നാൽ മതി, അല്ലെങ്കിൽ നിനക്ക് ഒറ്റയ്ക്ക് വിഷമാവുന്നു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. ഇപ്പോൾ ഓൾറെഡി 8:30 രാവിലെ ഇറങ്ങിയതാണ് ഞങ്ങള്. ശരത്തേനാണെങ്കിൽ പനിയും പാവം. എന്നിട്ട് ഇവിടെ എൻ്റെ കൂടെ വന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഗേൾസ് ട്രിപ്പിൽ ശരത്തേനെ കൂട്ടാണില്ല. പിന്നെ എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് ഗോസിപ്സ് സംസാരിക്കാനുണ്ട്. നല്ല ബ്ലോക്ക്. പിന്നെ ഗോസിപ്സ് സംസാരിക്കാണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ശരത്തേനെ ഞങ്ങൾ കൂട്ടാറില്ല. ഇവർ നന്ദൂരെ ഞങ്ങൾ ഔട്ടിങ്ങിന് ഇവർ വേറെ. അപ്പം പോകൊണ്ടിരിക്കുക. ടാക്സി പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് വർഷയുടെ ഫ്ലാറ്റിൽ. അപ്പം നാളെ രാവിലെ
കൃത്യം 6 മണിക്ക്. നീ എന്നെ വിളിച്ചെണീപ്പിക്കണേ. ഞാൻ എഴുന്നേൽപ്പിക്കാം. നിന്റെ ഡ്യൂട്ടിയാണ് വിളിച്ചെണീപ്പിക്കാന്നുള്ളത്. ഞാൻ ഫോൺ സൈലന്റ് ആക്കൂല. വർഷ ടാറ്റ പറയുന്ന ഒരു സിറ്റുവേഷൻ. നീ ഇറങ്ങി നിന്നെ ടാറ്റ. ഓക്കെ, ഞാൻ ലൈറ്റ് കുറെ സാധനങ്ങള് ശരത്തന്നെ കൊടുക്കുന്ന. എന്റെ വയറിള കട്ടേന്ന്. ഓക്കെ ഗൈസ്, ബൈ ബൈ. അമ്മ വിളിക്കുന്നു. ബൈ. നമ്മള് ഒരുപാട് സാധനങ്ങളുമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ലിഫ്റ്റിലാണ്, പക്ഷെ ഭയങ്കര ക്ഷീണിച്ചു. രാവിലെ പോയതല്ലേ, ഇനി രാവിലെ അമ്പലത്തിൽ പോകണം, പടം കാണാൻ പോകണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. നമ്മളിപ്പോൾ എത്തും. സോ ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്യണേ. ടാറ്റാ.